ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങൾ ഇനിയും അമർച്ച ചെയ്യാനായില്ല. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ സംഘർഷം തുടരുകയാണ്. പലയിടത്തും സിപിഎം, ബിജെപി ഓഫീസുകളും നേതാക്കളുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. വടക്കൻ കേരളത്തിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുമാണ് അക്രമങ്ങൾ തുടരുന്നത്. സമാധാന യോഗം നടക്കുന്നതിനിടെയാണ് എൻ ഷംസീർ എംഎൽഎയുടെ വീട് ആക്രമിക്കപ്പെട്ടത്. പിന്നാലെ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെയും ബിജെപി നേതാവ് വി മുരളീധരന്റെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു. ഇരിട്ടിയിൽ സിപിഎം പ്രവർത്തകൻ വിശാഖിന് വെട്ടേറ്റു. ചെറുതാഴത്ത് RSS കാര്യാലയത്തിന് തീയിട്ടു. കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ വീടിനു നേരെ ബോംബേറുണ്ടായി. പത്തനംതിട്ടയിലെ കൊടുമണ്ണിൽ NSS ഓഫീസും ബിജെപി ഓഫീസും തകർക്കപ്പെട്ടു. സിപിഎം അടൂർ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിനു നേരെ ബോംബേറുണ്ടായി. കോട്ടയം വൈക്കത്ത് ബിജെപി മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കട കത്തിച്ചു. മലപ്പുറം തേഞ്ഞിപ്പലം ചേളാരിയിൽ ബിജെപി പ്രവർത്തകന്റെ കട തല്ലിത്തകർത്തു. പോലീസ് അക്രമം അമർച്ച ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അടൂരിൽ RDO വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗം ബിജെപി ബഹിഷ്കരിച്ചു. സമാധാനം പാലിക്കാൻ ശ്രമിക്കുമെന്ന് സിപിഎം പ്രതിനിധികൾ RDOയ്ക്ക് ഉറപ്പു നൽകി. അക്രമ സംഭവങ്ങളുണ്ടായ വിവിധ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹർത്താൽ ദിനത്തിൽ നെടുമങ്ങാട് പോലീസിന് നേരെ ബോംബെറിഞ്ഞത് RSS നേതാവ്. CCTV ദൃശ്യങ്ങളിലൂടെയാണ് നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണിനെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി. ഹർത്താൽ ദിനത്തിൽ പോലീസിനെ ആക്രമിച്ച ബിജെപി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷം തുടങ്ങിയത്. ബിജെപി CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ പോലീസ് വീണ്ടും ഇടപെട്ടു. ഇതിനിടെയാണ് പ്രവീൺ പോലീസിന് നേരെ ബോംബെറിഞ്ഞത്. ഇയാൾ 4 ബോംബ് പോലീസിന് നേരെ വലിച്ചെറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ബോംബ് വീണതോടെ പോലീസുകാർ ചിതറിയോടി. പ്രവീണിന് ഒപ്പമുണ്ടായിരുന്നയാൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇരുവർക്കും നിർദ്ദേശം നൽകുന്ന മറ്റൊരാളെയും ദൃശ്യങ്ങളിൽ കാണാം. RSS നെടുമങ്ങാട് ജില്ലാ പ്രചാരകായ പ്രവീൺ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ്. ഇയാൾക്കൊപ്പമുള്ളവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ്. സമരക്കാരുടെ മർദ്ദനത്തിൽ കൈയൊടിഞ്ഞ നെടുമങ്ങാട് SI ഇപ്പോഴും ചികിത്സയിലാണ്. ബോംബെറിഞ്ഞ പ്രതികൾ ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റിലാകുമെന്നും നെടുമങ്ങാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിലെയും പത്തനംതിട്ടയിലെയും രാഷ്ട്രീയ അക്രമങ്ങളിൽ കർശന നടപടിക്ക് പോലീസിന് നിർദ്ദേശം. രാഷ്ട്രീയ നേതാക്കളുടെ വീട് ആക്രമിക്കുന്നവരെ ഉടൻ പിടികൂടാൻ കണ്ണൂർ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. അക്രമ സംഭവങ്ങളിൽ 3178 പേർ ഇതുവരെ അറസ്റ്റിലായി. ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ ഇടപെടലിലാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGPയുടെ നിർദ്ദേശം. രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾ ആക്രമിച്ചവരെ ഉടൻ പിടികൂടാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയോട് ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കണ്ണൂരിൽ 19 പേരെ കരുതൽ തടങ്കലിലാക്കി. 260 പേർ അറസ്റ്റിലാണ്. ASPയുടെയും 3 DYSPമാരുടെയും നേതൃത്വത്തിലാണ് പോലീസ് സന്നാഹം. പട്രോളിംഗും ശക്തമാക്കി. ക്രമസമാധാനം നിലനിർത്തുന്നതിനും സ്വൈരജീവിതം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നും DGP. പത്തനംതിട്ടയിൽ അക്രമ സംഭവങ്ങളിൽ 76 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 9 കേസുകൾ അടൂരിലാണ്. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. 204 പേർ കരുതൽ തടങ്കലിലാണ്. മറ്റു ജില്ലകളിലും കനത്ത ജാഗ്രത തുടരുകയാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനു ശേഷം നടന്ന അക്രമങ്ങളിൽ 1286 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായവരിൽ 2691 പേർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ 481 പേർ ജയിലിലാണ്. എന്നാൽ ശക്തമായ സംഘർഷം നടന്ന തിരുവനന്തപുരത്തെ മലയരികി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനമെങ്ങും അക്രമം തുടരുന്നതിന്റെ ഉത്തരവാദിത്വം RSSനും BJPക്കുമാണെന്ന് ഇടത് നേതാക്കൾ. അക്രമം അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടെന്നാണ് UDF ആരോപണം. അക്രമങ്ങളുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്ന നിലപാടിലാണ് BJP നേതാക്കൾ. കലാപം സംഘടിപ്പിക്കുക എന്നതാണ് RSSന്റെ ഉദ്ദേശം. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് RSSന്റെ പരിപാടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPM പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. ഇവിടെ RSSനെ വളർത്താനും BJPയെ വളർത്താനും ഞങ്ങളെ ദുർബലപ്പെടുത്താനും മുഖ്യമന്ത്രിയാണ് അജണ്ട തയ്യാറാക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ പിണറായി വിജയൻ പഠിപ്പിക്കണം. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ ആരെ അപലപിക്കണം? ഞങ്ങൾ 2 പേരെ അപലപിക്കുകയാണ്. കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കലാപമൊക്കെ തന്നെ നടക്കണ വഴിക്ക് നടന്നോട്ടെ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നടക്കുന്നത് പൊളിറ്റിക്കലി അവർക്കൊരു ലാഭം ഉണ്ടെന്ന് രണ്ടുപേരും കണക്കൂട്ടുകയാണ്. ഇന്നലെ സമാധാന യോഗം നടന്നതിന് ശേഷം എൻ ശംസീർ MLA വീട്ടിൽ നേരെ അക്രമം നടന്നു എന്ന് പറയുന്നു. ആരാ നടത്തിയത്? ശംസീറിന്റെ വീട്ടിന് നേരെ അക്രമം നടന്നിട്ടില്ല. BJP RSS പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അക്രമം നടന്നിട്ടില്ല. കേരളത്തിലെ അക്രമ സംഭവങ്ങളെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. ക്രമസമാധാന നില എത്രയും വേഗം നിയന്ത്രണ വിധേയമാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് BJP ദേശീയ നേതൃത്വം പ്രതികരിച്ചു. കേരളത്തിലെ അക്രമങ്ങൾ ദേശീയതലത്തിൽ തന്നെ ചർച്ചയായ സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത്. കേരളത്തിലെ സ്ഥിതി ഗൌരവത്തോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംഘർഷത്തിന് പെട്ടെന്ന് അയവ് വരുത്തണമെന്നും സ്ഥിതി സാധാരണ നിലയിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല വിധിക്ക് പിന്നാലെ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് കേന്ദ്ര ഇടപെടൽ. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഗവർണർ P സദാശിവവും കേന്ദ്രത്തെ സ്ഥിതിഗതികൾ ധരിപ്പിക്കും. അതേസമയം അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും CPM-നും ഭരണഘടനയ്ക്കകത്തു നിന്നുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയുമായി BJP രംഗത്തെത്തി. മുഖ്യമന്ത്രിക്കോ इस तरह की अवसरवादी राजनीति को बंद करनी चाहिए. हम इनसे आग्रह करते हैं इस पर तुरंत इस साइकिल ऑफ वायलेंस को तुरंत बंद करें, नहीं तो हम हर कॉन्स्टिट्यूशनल जो ऑप्शंस हमारे पास अवेलेबल हैं उसके लिए हम प्रयास करेंगे. എന്ത് പ്രത്യാഘാതമെന്ന ചോദ്യത്തിന് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകുമെന്നായിരുന്നു BJP വക്താവിന്റെ മറുപടി. പ്രശ്നപരിഹാരത്തിന് ഓർഡിനൻസ് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ പ്രതികരിക്കാനാകില്ലെന്നായിരുന്നു വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. ശബരിമല യുവതി പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസവും BJP അധ്യക്ഷൻ അമിത്ഷാ അടുത്ത മാസവും കേരളത്തിലെത്തും. 18-ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര നേതാക്കൾ അണിനിരക്കും. BJP നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലധികമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണെങ്കിലും ശബരിമല വിഷയത്തിൽ സംസ്ഥാന ഘടകത്തിന് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധത്തിനായി സർക്കാർ തീർത്ത വനിതാ മതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. സർക്കാർ വിരുദ്ധ വികാരം അനുകൂലമാക്കാൻ കേന്ദ്രത്തിന്റെ പിന്തുണയോടെ BJP പ്രതിഷേധം കടുപ്പിക്കും. ശബരിമല കർമ്മസമിതി 18-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ BJPയുടെ കേന്ദ്ര നേതാക്കളും ഉണ്ടാകും. വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കി സെക്രട്ടേറിയറ്റ് വളയൽ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് തീരുമാനം. 15-ന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പിന്നാലെ BJP നേതൃയോഗത്തിൽ പങ്കെടുക്കും. ജനുവരി 27-ന് തൃശൂരിൽ യുവമോർച്ചയുടെ യോഗത്തിലും നരേന്ദ്രമോദി സംസാരിക്കും. ഇതിന് പിന്നാലെ BJP അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തും. മകരവിളക്കിന് ശേഷവും ശബരിമല വിഷയം സജീവമായി നിലനിർത്താനാണ് നീക്കം. തുടർ പ്രതിഷേധ പരിപാടികൾ തെരഞ്ഞെടുപ്പ് വരെ തുടരും. എന്നാൽ കേരളത്തിൽ അമിത്ഷായുടെ നീക്കങ്ങൾ വിലപോകില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. അദ്ദേഹം ഓരോ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ BJPക്ക് തകർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അമിത്ഷായുടെ പരിപ്പ് പോകാത്ത സ്ഥിതി വന്നു. എന്നിട്ടാണ് ഇവിടെ അമിത്ഷാ വന്നിട്ട് എന്ത് കുലുക്കാനാണ്? ഇവിടെ കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷാക്ക് പോരാ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല തന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ശബരിമലയിൽ ദർശനം നടത്തിയ കൊയിലാണ്ടി സ്വദേശി ബിന്ദു. ദളിതയായതുകൊണ്ടാണ് തന്റെ ദർശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയതെന്ന് ബിന്ദു ആരോപിച്ചു. ദർശനത്തെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് കനകദുർഗയും പറഞ്ഞു. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ശ്രീലങ്കൻ യുവതിയുടെ സന്ദർശനത്തിന് ശേഷം ശബരിമല സന്നിധാനത്ത് ശുദ്ധിക്രിയ പോലുള്ള നടപടികൾ ഉണ്ടായില്ല. തന്റെ സന്ദർശനത്തിന് ശേഷം തന്ത്രി ഇത് ചെയ്തു. ദളിതയായതുകൊണ്ടാണ് ശുദ്ധിക്രിയ നടത്തിയതെന്നും ഇത് ജാതീയ അധിക്ഷേപമാണെന്നും ബിന്ദു ആരോപിച്ചു. ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഇവിടെ ഞാൻ ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ ഞാൻ കയറിയതിന് ശേഷം അവിടെ ശുദ്ധികലശം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 17 ക്ലിയർ വയലേഷൻ ആണ്. അപ്പോൾ തന്ത്രിക്കെതിരെ ഞാൻ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്തതിന് കേസ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. നിയമ നടപടി സ്വീകരിക്കാൻ വിചാരിക്കുന്നുണ്ട്. ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് ബിന്ദുവിനൊപ്പം സന്നിധാനത്തെത്തിയ കനകദുർഗ അറിയിച്ചു. ഭക്തയെന്ന നിലയിൽ തന്നെയാണ് ദർശനം നടത്തിയത്. ഇതുവരെ ഉണ്ടായിരുന്ന എതിർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹം, കരുതൽ, നമ്മൾക്ക് അപകടം സംഭവിക്കോ എന്നുള്ള ഒരു ആകുലത, അതുകൊണ്ടുള്ള ഒരു കോപം ആണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തങ്ങളുടെ ശബരിമല സന്ദർശനത്തിന്റെ പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഭയമില്ല എന്ന് തന്നെയാണ് കനകദുർഗയും ബിന്ദുവും ആവർത്തിക്കുന്നത്. CN പ്രകാശ്, ന്യൂസ് 18.
വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സന്നിധാനത്ത് പോകാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ശബരിമലയിൽ മാധ്യമപ്രവർത്തകയുടെ പ്രതിഷേധം. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മാധ്യമപ്രവർത്തക ദീപ്തി വാജ്പേയിയാണ് നിലയ്ക്കൽ പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം പമ്പയിൽ റിപ്പോർട്ടിംഗിനായി എത്തി മടങ്ങിയതിനു ശേഷം സന്നിധാനത്തേക്ക് പോകണമെന്ന ആവശ്യവുമായി ദീപ്തി വീണ്ടും പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സന്നിധാനത്തേക്ക് കടത്തിവിടാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിച്ചതായി ദീപ്തി പറഞ്ഞു. അതേസമയം ഇവർ സ്വയം മടങ്ങിപ്പോയി എന്നാണ് പോലീസിന്റെ വിശദീകരണം. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയെന്ന റിപ്പോർട്ട് സ്ഥിരീകരിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകൾ കയറുന്നതിൽ യഥാർത്ഥ ഭക്തർക്ക് പ്രശ്നമില്ലെന്നും മന്ത്രി പറഞ്ഞു. ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി കണ്ഠരര് രാജീവരുടെ നടപടിയെ കടന്നാക്രമിച്ച് മന്ത്രിമാരായ ജി സുധാകരനും എ കെ ബാലനും രംഗത്തെത്തി. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയ വാർത്ത സ്ഥിരീകരിക്കുന്നതായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ഏതു സ്ത്രീക്കും ക്ഷേത്രത്തിൽ വരാനുള്ള അവകാശം ഇന്ന് രാജ്യത്തിലെ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പലരും വരുന്നുണ്ട്. പ്രായമൊന്നും നോക്കാതെ ആളുകൾ ധാരാളമായിട്ട് വന്നു പോവുക തന്നെയാണ്. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി ജി സുധാകരൻ ഉന്നയിച്ചത്. അദ്ദേഹം ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ രാക്ഷസനാണ്. ബ്രാഹ്മണൻ രാക്ഷസനായാൽ ഏറ്റവും ഭീകരനായിരിക്കും. അയ്യപ്പന്റെ കൃപ കൊണ്ടാണ് അന്നം കഴിക്കുന്നതെന്ന് ഓർമ്മയില്ല. അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഡേറ്റ്. ഞാൻ പൂട്ടിയിട്ട് പോകുന്നു. അത് ആരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്? ആര് നോക്കും അയ്യപ്പനെ? ഞങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിക്ക് നോക്കാൻ പറ്റുമോ? ദേവസ്വം ബോർഡ് മെമ്പർക്ക് നോക്കാൻ പറ്റുമോ? അതുമല്ല നോക്കേണ്ടത്. തന്ത്രിയുടെ നടപടി ഭരണഘടനാ ലംഘനം ആണെന്നായിരുന്നു മന്ത്രി എ കെ ബാലന്റെ പ്രതികരണം. നട അടച്ചത് കോടതി വിധിക്കെതിരാണ്, ഭരണഘടനക്കെതിരാണ്. ന്യൂസ് 18 സന്നിധാനം. നവോത്ഥാന മതിലുമായി സഹകരിച്ച സംഘടനകളുമായി സിപിഎം തെരഞ്ഞെടുപ്പ് ധാരണയ്ക്ക്. ജാതി സംഘടനകൾക്ക് തൊട്ടുകൂടായ്മയില്ലെന്ന് സഖ്യസാധ്യതാ സൂചന നൽകി മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. സ്ത്രീകൾ കയറിയതിന്റെ പേരിൽ ശബരിമല നടയടച്ച തന്ത്രിയുടെ നടപടി മനുഷ്യത്വ വിരുദ്ധമാണെന്നും ശൈലജ തുറന്നടിച്ചു. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. നവോത്ഥാന മതിലിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച SNDPയും KPMSും ഉൾപ്പെടെയുള്ള സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കണമെന്ന നിലപാടാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക്. CPMന്റെ ഉള്ളിലിരിപ്പ് തന്നെയാണ് കെ കെ ശൈലജയുടെ പ്രതികരണത്തിലുള്ളത്. ഇപ്പൊ നവോത്ഥാന മുദ്രാവാക്യത്തിന്റെ കൂടെ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു. നാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായും അപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്യും നമ്മുടെ ഭരണകാലത്ത്. ആ ആശയവുമായിട്ട് ആ മിനിമം അജണ്ടയുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകളെ ആ സമയത്ത് ആ രീതിയിലല്ലേ കാണാൻ പറ്റുക. കേരളത്തിൽ ഹിന്ദു വർഗീയവാദമോ ഇസ്ലാം വർഗീയവാദമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവാദമോ പുലരുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്നാൽ അന്തിമ തീരുമാനം മുന്നണിയാണ് എടുക്കേണ്ടതെന്നും ശൈലജ വിശദീകരിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയതിനെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി വിമർശിച്ചത്. സംബന്ധിച്ച് തന്ത്രി ദളിതനാണോ സവർണനാണോ എന്നുള്ള വ്യത്യാസമേ ഇല്ല. അവിടെ വന്നിട്ട് ബ്രാഹ്മണിക്കൽ ഹയറാർക്കി കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്ത്രിയായിരിക്കുന്നവര് സ്ത്രീ കാര്യത്തിന്റെ പേരിൽ നടയടച്ച് പുണ്യാഹം തെളിച്ചു എന്നുള്ളത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്. ഒരല്പം ജനാധിപത്യ ബോധമോ മനുഷ്യത്വമോ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്രൂരതയാണ് അവർ കാണിച്ചിട്ടുള്ളത്. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. അടുത്തയാഴ്ച 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ പണിമുടക്ക് ഹർത്താലാക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. കടകൾ അടയ്ക്കാൻ വ്യാപാരികളെ നിർബന്ധിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ല. ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ പൊതുപണിമുടക്കിനോട് വ്യാപാരികൾ സഹകരിക്കണമെന്ന മുൻ നിലപാട് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി തിരുത്തി. കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് തീരുമാനം. ശബരിമല തീർത്ഥാടകർക്ക് പണിമുടക്ക് കാരണം ബുദ്ധിമുട്ടുണ്ടാവില്ല. ടൂറിസം മേഖലയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജോലിക്കെത്തുന്നവരെയും സ്വകാര്യ വാഹനങ്ങളെയും തടയില്ലെന്ന് എളമരങ്കരയും അറിയിച്ചു. തൊഴിലാളികൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്ര ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും മറ്റെല്ലാ നിലയിലും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി നയങ്ങൾക്കെതിരെ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകൾ സംയുക്ത ജില്ലാ സമിതി അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥന നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അടിക്കടിയുണ്ടായ ഹർത്താലുകൾ പൊതുജനങ്ങളിലുണ്ടാക്കിയ എതിർപ്പാണ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് സൂചന. തൊഴിലാളി സംഘടനകൾക്കൊപ്പം മോട്ടോർ മേഖലയും ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിലെ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും. തൊഴിൽ നിയമ ഭേദഗതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് 18 കോഴിക്കോട്.
ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കി BSP SP സഖ്യം അന്തിമ സീറ്റ് ധാരണയിലേക്ക്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന 2 സീറ്റുകളിൽ സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. മഹാരാഷ്ട്രയിൽ NCPയും കോൺഗ്രസും 40 സീറ്റുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയിലെത്തി. മായാവതിയും അഖിലേഷ് യാദവും ഡൽഹിയിൽ നടത്തിയ മാരത്തോൺ ചർച്ചയിലാണ് ഉത്തർപ്രദേശിൽ സീറ്റ് വിഭജന ധാരണ. മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ കെടുത്തിയാണ് കോൺഗ്രസിനെ ഒഴിവാക്കി അന്തിമ സീറ്റ് ധാരണയിൽ പാർട്ടികളെത്തുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ച SPക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിലുള്ള അതൃപ്തി അഖിലേഷ് പരസ്യപ്പെടുത്തിയിരുന്നു. 80 സീറ്റുകളുള്ള സംസ്ഥാനത്ത് SPയും BSPയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് ബാഗ്പത്, മധുര, കൈരാന എന്നീ സീറ്റുകൾ നൽകും. BJP സഖ്യകക്ഷിയായ ഓംപ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി മഹാസഖ്യത്തിൽ വന്നാൽ നൽകാനായി 2 സീറ്റുകൾ ഒഴിച്ചിടും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേത്തി, സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി എന്നിവിടങ്ങളിൽ മഹാസഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. അടുത്തയാഴ്ച വീണ്ടും യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിച്ചേക്കും. മഹാസഖ്യത്തിൽ നിന്നുള്ള അപമാനത്തിൽ അസ്വസ്ഥരായ കോൺഗ്രസ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ്. അതിനിടെ മഹാരാഷ്ട്രയിൽ NCPയും കോൺഗ്രസും 40 സീറ്റുകളിൽ ധാരണയിലെത്തി. 8 സീറ്റുകളിൽ ചർച്ച തുടരുകയാണെന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. വിജയ് മല്യയെ മുംബൈ പ്രത്യേക കോടതി നാടുവിട്ട സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചു. ഇതോടെ മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാരിന് നടപടിയെടുക്കാം. ആദ്യമായാണ് ഒരു വ്യവസായിയെ നാടുവിട്ട സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത്. പുതുതായി നിലവിൽ വന്ന സാമ്പത്തിക കുറ്റകൃത്യ നിയമമനുസരിച്ചാണ് നടപടി. പാർലമെന്റ് സമ്മേളനം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ മുത്തലാഖ് ബിൽ സർക്കാർ വീണ്ടും രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കില്ല. 2 പ്രവൃത്തി ദിവസങ്ങളിലും നിർബന്ധമായി സഭയിലുണ്ടാകാൻ പ്രതിപക്ഷ പാർട്ടികൾ MPമാർക്ക് വിപ്പ് നൽകി. ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാകും BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം. 2 ആഴ്ച മുൻപ് ലോക്സഭ പാസാക്കിയ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ്. എന്നാൽ ബഹളം കാരണം ബിൽ സഭയുടെ പരിഗണനയ്ക്കെത്തിയില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുന്നതുകൊണ്ട് തന്നെ രാജ്യസഭ പരിഗണിച്ചാലും ബിൽ പാസാക്കാൻ കേന്ദ്രത്തിനാകില്ല. ഈ സാഹചര്യത്തിലാണ് മുത്തലാഖ് ബിൽ വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് തിരിച്ചടി നേരിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്രം പിന്മാറുന്നത്. ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഉപധനാഭ്യർത്ഥന ചർച്ചകളും കാർഷിക പ്രശ്നങ്ങളിലുള്ള ഹ്രസ്വ ചർച്ചകളുമാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന അജണ്ടകൾ. എങ്കിലും മുൻകരുതലായി കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ എന്നീ പാർട്ടി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ പ്രതിപക്ഷം സഹകരിച്ചില്ലെന്നാകും തെരഞ്ഞെടുപ്പിൽ BJP പ്രചാരണം. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നതിനോടാണ് വിയോജിപ്പെന്നും ന്യൂനപക്ഷ വിരുദ്ധമായ ബില്ലിലെ വ്യവസ്ഥകളെയാണ് എതിർത്തതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. മുത്തലാഖ് വിഷയം തന്റെ മുന്നിൽ അടഞ്ഞ അധ്യായമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ BJPയും CPMഉം രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ വിഷയം ക്ലോസ്ഡ്. കേരളത്തില് ശബരിമല വെച്ച് BJP വൻ പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്. അതിനെല്ലാ സൗകര്യവും ഇവിടുത്തെ LDF ഗവൺമെന്റ് ചെയ്തും കൊടുക്കുകയാണ്. അത് കലാപമൊക്കെ തന്നെ നടക്കണ വഴിക്ക് നടന്നോട്ടെ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുന്നത് പൊളിറ്റിക്കലി അവർക്കൊരു ലാഭമുണ്ടെന്ന് 2 പേരും കണക്കുകൂട്ടുകയാണ്. കാരണം സമാധാനപരമായി നിൽക്കുന്ന കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാം എന്നാണ് അവരുടെ ചിന്ത. കോട്ടയം പാത്താമുട്ടത്ത് പള്ളിയിലെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇരുവിഭാഗവുമായി കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പള്ളിയിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങും. കഴിഞ്ഞ മാസം 23-നാണ് കൂമ്പാടി സെന്റ് ആംഗ്ലിക്കൽ പള്ളിയിലെ പെൺകുട്ടികളടക്കമുള്ള കരോൾ സംഘത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ട സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യം നൽകിയിരുന്നു. തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ മാർച്ചിനിടെ സംഘർഷം. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിന് സമീപത്തെ കൊടിമരം ഡിവൈഎഫ്ഐക്കാർ തകർത്തു. ഇതിനെ തുടർന്ന് പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായി. BJP തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വാഹനത്തിന് നേരെയും BJP പ്രവർത്തകർ നടത്തുന്ന മംഗല്യ പൂജാ സ്റ്റോറിന് നേരെയും ആക്രമണമുണ്ടായി. ശരണവഴി. ശബരിമലയിലും പരിസരത്തും തുടരുന്ന നിരോധനാജ്ഞ മകരവിളക്ക് വരെ നീട്ടി. സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി സംസ്ഥാനമൊട്ടാകെ അക്രമം തുടരുമ്പോഴും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. കൂടുതൽ സ്ത്രീകൾ
സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയേക്കുമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ വൻ തിരക്കുമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ മകരവിളക്ക് വരെ നീട്ടിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീർത്ഥാടനത്തെ ബാധിക്കുന്നില്ല. ഇന്നും വലിയ തിരക്കാണ് ശബരിമലയിലുണ്ടായത്. സ്ത്രീകൾ അയ്യപ്പ ദർശനം നടത്തിയതിനെതിരെ ഭക്തർ ശബരിമലയിൽ യാതൊരു പ്രതിഷേധങ്ങളും നടത്തുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ തന്നെയാണ് ഇപ്പോഴും കൂടുതലായി എത്തുന്നത്. ന്യൂസ് 18 പമ്പ സന്നിധാനം. ഇന്നത്തെ കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.